ആദർശ് പി. Present teacher. അമൃത ആനന്ദ്. Present teacher. അനസ് മുഹമ്മദ്. അനൂപ് സുരേന്ദ്രൻ. ശരത് ശശിധരൻ. ശ്രീകുട്ടൻ എം ജെ. പെട്ടെന്ന് വിടറേ. നല്ല മുട്ടായി ടൈമിങ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഒറ്റ ദിവസം സമയത്ത് വരരുത്. കണ്ടടും കറങ്ങി നടന്നോണം ഇങ്ങനെ. കേറി പോടാത്ത്. നേരത്തെ ഒന്നും ഇന്ന് അസംബ്ലിയാ? ഇന്ന് അസംബ്ലി ദിവസമായിരുന്നോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അതുകൊണ്ട് തന്നെയാണ് സാറേ, സാറും ചിത്ര ടീച്ചറും കൂടെ കഴിഞ്ഞ ആഴ്ച സോമൻപിള്ള സാറിനെ കാണാൻ പോയിരുന്നല്ലേ? പോയിരുന്നു. നമ്മുടെ നാട്ടുകാർ നാരായണൻ 2005 പിള്ള സാർ എച്ചമായിരുന്ന സമയത്താണ് നമ്മുടെ സ്കൂൾ എയ്ഡഡ് സ്കൂൾ ആകുന്നത്. അന്ന് ഈ സ്കൂളിന്റെ പേര് KR നാരായണൻ സ്കൂൾ എന്നാക്കി മാറ്റുന്നത് പ്രധാന പങ്ക് വഹിച്ചത് പിള്ള സാർ. അദ്ദേഹം പകർന്നു തന്ന അധ്യാപന മാതൃകകൾ പ്രാവർത്തികമാക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സോമൻ പിള്ള സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമാറ്റാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും വെച്ചോ ബുക്ക്? വെച്ചു. കുറച്ച് പേരും കൂടെ ഉണ്ട്. ആണോ? അവരോട് പെട്ടെന്ന് തന്നെ വെക്കാൻ പറയണേ. പറയാം. ടീച്ചറെ. ടീച്ചറെ. ആഹാ, ഇതെവിടുത്തെയാ? അച്യുതൻ നടയിലെ മാടൻ കോവില് പ്രസാദേട്ടനെ ഒരു വഴിപാടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഗുപ്തൻ സാറേ, ഞാൻ അന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ അമ്പലത്തിൽ പോയി ഒരു പൂജ നടത്തുന്നത് നല്ലതായിരിക്കും. എന്റെ പൊന്നു മുരളി സാറേ, നമ്മളൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നവരല്ലേ? നമ്മളെ കണ്ടിട്ടല്ലേ പിള്ളേരൊക്കെ പഠിക്കുന്നത്? ഓരോരോ അന്ധവിശ്വാസങ്ങൾ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ടീച്ചറെ. എന്താ അമ്പാടി? ക്ലാസ്സിൽ ആട്ടാമ്പുഴി ഇറങ്ങണ കാര്യം. അമ്മ ഇന്നലെ സ്വാധീനം കടിച്ചായിരുന്നു. ഹലോ അമ്മ. അത് ഞാൻ നോക്കിക്കോളാം. അമ്പാടി ഇപ്പോൾ പോക്കോ, നമുക്ക് ശരിയാക്കാതെ. അതെ. ആണോ? ഇന്നെന്തായാലും ടീച്ചറിന്റെ ബോള് കഞ്ഞമ്മ ആട്ടാമ്പുഴ അടിച്ച്. എന്നാടാ തേക്ക് കുടി. ശ്രീകുട്ടാ, ദോ ഉണ്ണിക്കുട്ടൻ.
ഇതിനാണല്ലോ ഉണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചേട്ടന്മാരെ കാണിച്ച് അവള് പേടിക്കുന്നു വിചാരിച്ചാ? അയ്യ എവനാ എന്റെ അമ്മയുടെ മൂത്ത മോനാന്നേ ഉള്ളൂ. എനിക്ക് വേറെ ചേട്ടന്മാരുണ്ട്, അവരിപ്പോ വരും. ഇതല്ലാതെ എനിക്ക് വേറെ ചേട്ടന്മാര്. നീയാണോടാ ഇവന്റെ ചെറുക്കെട്ട് എത്തിയത്? അതിന് ഡസ്റ്റർ എടുത്തെറിഞ്ഞപ്പം എന്ന് വെച്ച് ഞാൻ നിന്നെ ദേഹത്തോട്ട് വിളിച്ച ഡസ്റ്റർ എടുത്ത് മോന്തയ്ക്ക് എറിഞ്ഞല്ലേ ഉള്ളൂ. ഇനി നമ്മുടെ പയ്യന്റെ ദേഹത്ത് തൊട്ടെന്ന് അറിഞ്ഞ എന്നാലും ചുമ്മാ വിട്ടാ എങ്ങനെ? തൽക്കാലം ഇതിലൊതുക്കണ്. നമുക്ക് ക്രിക്കറ്റ് കളികളുണ്ട്. നീയൊക്കെ രക്ഷപ്പെട്ടു. ഓരോ തവണ നീ ഇത് കഴുകുമ്പോഴും ഓർക്കണം നീ ചെയ്ത തെറ്റിനെ പറ്റി. അതിന് കഴിവണ ഞാനല്ല, അമ്മയാണ്. തർക്കുത്തരം പറയുന്നോടാ. പോടാ പോടാ, ക്ലാസ്സിൽ പോടാ. പോടാ പോടാ പോ പോ പോ. കൊള്ളാം. നമ്മൾ സ്കൂളിൽ നിന്ന് മാറിയാലും ബസ്മന്റിയും നിന്നിലൂടെ വളരും. ചേട്ടാ ചേട്ടാ ഞാനുണ്ട്. ചേട്ടാ ചേട്ടാ ഞാൻ ഇതെന്തോടെ? എനിക്കറിഞ്ഞൂടെ ചകനെ വരാന്ത്. അതെന്ത്? 10ാം ക്ലാസ് കഴിഞ്ഞ അമ്മാലെല്ലാരും കൂടി ബോംബെ പോയി ഈ ഇലുമിനാറ്റി ചേരാനാണ് പ്ലാൻ. സത്യം പറഞ്ഞ ഇലുമിനാറ്റി എന്ന് വെച്ചാൽ എന്തോ നടേ? ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടേഷൻ ടീമാണ്. അതിലിറക്കുണ്ട്. അതിനകത്ത് മോഹൻലാലുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, സൈജു കുറുപ്പുണ്ട്, പിന്നെ കൊല്ലം തുളസി ഉണ്ട്. അങ്ങനെ ഉണ്ടാ? പിന്നെ അപ്പൊ ഞാൻ തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നല്ലേ? നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ തെറ്റ് ചെയ്തെന്ന്? ഇഹലോകത്തിരുന്ന് എന്റെ അമ്മയും കരുതുന്നുണ്ടാവില്ലേ ഞാൻ തെറ്റ് ചെയ്തെന്ന്? എന്റെ അമ്മയും കരുതുന്നുണ്ടാവില്ലേ ഞാൻ തെറ്റ് ചെയ്തെന്ന്? ഞാൻ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട് അമ്മേ. ഒന്നുമില്ലെങ്കിലും ഞാൻ DGP വർമ്മയുടെ മകൻ SP ആദിത്യശേഖര കുലശേഖര വർമ്മയല്ലേ അമ്മേ? ഞാൻ തെറ്റ് ചെയ്തു നമ്മ വിചാരിച്ചു. രോമാഞ്ചം. എനിക്കിനി ഇവിടെ ഒരു നിമിഷം. പ്രഭാകര, എത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നു. നീ 1/2 കിലോ പഞ്ചസാര തന്നാണ്. ഞാൻ പോട്ടെ. ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛന്റെ പഴയ ഓർമ്മ കയറി എന്നെ പ്രഭാര എന്ന് വിളിക്കല്ലെന്ന്. അങ്ങനെ തന്നെ എനിക്ക് നല്ലൊരു പേരിട്ട് തന്നിട്ടുണ്ട്. രാകേഷ് പ്രഭാകർ. നിങ്ങളെ പഞ്ചാര കൊണ്ടോ എന്തായാലോ അതെ സിനിമയിലോട്ടൊക്കെ എന്നെ വിളിക്കും വരെ ഉള്ളൂ നിങ്ങളെ പഞ്ചാര വായ്പൊക്കെ കേട്ടാ. പോയി. മാമി ഇന്ന് രാത്രി 7:30 അഗ്നിഹോത്രി സീരിയലാണ്. ഇന്നറിയാം എന്റെ ക്യാൻസർ ഹൃദയത്തിന്റെ ഓപ്പറേഷൻ നടക്കില്ലെന്ന്. ഓപ്പറേഷൻ വായിക്കാണ് വേണ്ടത്. എന്തരാണ് അണ്ണാ നിങ്ങളുടെ ഓപ്പറേഷൻ നിങ്ങൾ നടക്കുമോ അണ്ണാ? ഓ ഇല്ലടേ, അത് 2 മാസം പിടിക്കും. ഇന്നൊന്നും കൊടുക്കാറില്ലേ? 2-3 ദിവസം ആയല്ല. സ്പെഷ്യൽ ഉണ്ട്, എടുത്തിട്ട് വരാം. ജയ്പൂർ വളയണം, സൂക്ഷിച്ചു കൊടുക്കണം കേട്ടാ. എടാ അത് അവിടെ വയ്ക്കാനാ, പൊട്ടിപ്പോവില്ലേ? മേളിൽ പോയി, ഡെലിക്കേറ്റ് അല്ലേ സാധനം. ജയ്പൂർ വള നേരത്തെ കയറാം. പോട്ടാ. പിന്നെ വള പൊട്ടിക്കാനെ കൊടുക്കണം കേട്ടാ, സൂക്ഷിച്ച്. ടീച്ചറെ വായിച്ചാനോട് പറയണ്ടേ? വേണ്ട, ആയിട്ടില്ല. അതെ, 2ാമത്തെ ചാപ്റ്റർ എടുത്തു വെച്ചോ, ഒരുപാട് പോർഷൻ തീരാനുണ്ട്. ടീച്ചർ എന്താ ഇവിടെ?
അല്ല സാർ ഇത് എന്റെ പീരീഡാ. അപ്പൊ ഇത് 7B ഞാൻ അയ്യോ എന്താടാ? ടീച്ചർ എന്നെ കാൽ ചവിട്ടി. ആര്? ശ്രീകുട്ടൻ. ഞാൻ ചവിട്ടില്ല, ഇവൻ കള്ളം പറയുന്നു ടീച്ചർ. ശ്രീകുട്ട, സ്റ്റാൻഡ് അപ്പ്. ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തില്ല ടീച്ചർ. നീ ഇവിടെ വന്നില്ലേ? എന്തൊരു പാടിത്. ശ്രീകുട്ട, അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ. ഇനിയും ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കേ. ഓ നിനക്ക് എന്നെ വല്ലതാണല്ലോ. ബ്ലോഡി കാളി. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. എല്ലാരും പെട്ടെന്ന് എഴുതിക്കേ. പറഞ്ഞാ? പറഞ്ഞ ആരുമില്ല ടീച്ചറെ, അവിടെ മൊത്തം വൻ ബഹളം. ആ, നിന്റെയൊക്കെ കണക്ക് തന്നെ. പോയിരി. നീ ഇത് എന്തോന്ന് ചെയ്യണ്? ടീച്ചറല്ലേ പറഞ്ഞു അവിടെ വന്നിരിക്കാൻ. ആ, എന്നാ അവിടെ ഇല്ല. അനേക വർഷങ്ങളായി വെയിലും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. ഇനി കോമഡി ടൈം. ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം. ഉറുമ്പ് ആനയെ ഒരടി അടിച്ചു, കൊണ്ടില്ല. എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു. എങ്ങനെ എങ്ങനെ പറയൂ, എങ്ങനെ എങ്ങനെ അറിയില്ല? അത് ഞാൻ തന്നെ പറയണം. ഉറുമ്പിന്റെ അടി തെറ്റി, അങ്ങനെ ആന വീണു. അടി തെറ്റി ആന വീഴുമെന്നാണല്ലോ. അങ്ങനെ ഉറുമ്പ് ജയിച്ചു, ആന തോറ്റു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല കോമഡി അല്ലേ? പറ, ചിരി വരുന്നില്ലേ? എന്താ ചിരിക്കാത്ത? നർമ്മബോധമില്ലാത്ത കഴുതകൾ ഇവനെയൊക്കെ ചിരിപ്പിക്കാൻ നോക്കുന്ന എന്നാണെന്നല്ലേ. വാങ്ങൻ ട്രാജഡി. പട്ടി ചക്കരപ്പാണി സാറ്. ഇങ്ങനെ തിരിച്ചു വന്നു. ആണോ? 6 മാസം തെളിവ് വന്നല്ലേ പറഞ്ഞിരുന്നത്? വരണ പോലെ ഞാൻ പോലും ഒന്നും അറിഞ്ഞില്ലല്ലേ. ഓ, അടുത്ത മാസം ചന്ദ്ര സാർ റിട്ടയർ ആവുകയാണല്ലേ. അപ്പൊ പുതിയ HM ആവാനുള്ള വരവായിരിക്കും. CP സാർ എത്തിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ടീച്ചറെ. ടീച്ചർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. ലീവ് തുടങ്ങാറായോ? തുടങ്ങാറായി സാർ. എന്നാ പിന്നെ ടീച്ചർ ഇങ്ങനെ നിൽക്കാതെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കണം.
അല്ല സർ, ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. ഇനിയിപ്പോൾ ഞാൻ വന്നില്ലേ, ഇതെൻ്റെ ക്ലാസ് ആയിരുന്നല്ലോ, ഞാൻ നോക്കിക്കോളാം. 10 മിനിറ്റ് കൂടിയുള്ളൂ സർ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി. ശരി. അയ്യോ വേണ്ട, ഞാൻ തുടച്ചോളാം. ആ ശ്രീകുട്ട, നിനക്കൊരു മാറ്റമില്ലേടി? ഇന്ന് എന്തായാലും വാ കാണിച്ചു. വാ. പോയി. Whole class stand up. Sit down. Stand up. Sit down. Stand up. അമ്പാടി എന്താ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നേ? റൊട്ടേഷൻ ആണ് സാർ. ഇത് റൊട്ടേഷൻ ആണ് സാർ, റൊട്ടേഷൻ. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ മതിയല്ല. ഡേ ബാക്കി പോയി. എല്ലാവരും ഓരോരോ പ്ലേസിൽ പോയി. അമ്പാടി ഫ്രണ്ട് വന്നിരി. ഇനി ഇങ്ങനെ ആയിരിക്കും. യെസ് സാർ. കേട്ടല്ലോ? എന്താ വിജയ? സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ചത്തില്ല. കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അമ്പാടിക്ക് ഒരു കയ്യടി കൊടുക്കുക. പേര്? മായ. ചക്രപാണി സാറല്ലേ? അതെ അതെ. എപ്പോൾ ജോയിൻ ചെയ്തു? 1 മാസമായി. മായ, ഇതെൻ്റെ സീറ്റാണ്. എന്താ സാർ? അതെ, ഇതെൻ്റെ സീറ്റാണ്. ഞാനവിടെ മുന്നേ ഇരുന്നത്. ഇവിടെ ആകെ ഒരുമാതിരി. എന്നാ ശരി. ഇതും കൂടെ. ടീച്ചറെ ഇനി വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ടീച്ചറൊന്നും കാര്യാക്കണ്ട. അയാളൊരു ടൈപ്പാ. അയാൾക്കും ആരെ ഇഷ്ടമല്ല, അയാളെ ആർക്കും ഇഷ്ടമല്ല. പാണ്ടി ലോറി ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് പറഞ്ഞ വല്ലാത്ത ജമ്മം തന്നെ. ഇനിയൊന്ന് വൈകിട്ടൊന്ന് നോക്ക്, നന്നായിരിക്കും. നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ. ഓ, അത് നമ്മളിന്ന് കണ്ട്. നീയാളെ ഏറ്റവും പേടിച്ചോളാം. കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ. പിന്നെ നിന്നെയൊക്കെ സ്വന്തം മക്കളെ പോലെയല്ലേ എങ്ങനെ കാണണം? ഡാ അതല്ലടാ, അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട്. എടാ, മീനാക്ഷി ഉച്ചക്ക് ചോറ് കഴിക്കാറുണ്ട്. എന്റെ അറിവിന്റെ തേൻകൂടമേ, നമ്മൾ ആരും അറിഞ്ഞില്ലായിരുന്നു കേട്ടാ. അതല്ലെന്ന്, അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു തരുമ്പോഴേ താമസിക്കും.
അപ്പോ കൈ എഴുതുന്നിടത്ത് ആരും ഉണ്ടാവൂല. അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ്. ഏടാ ബുദ്ധിമാനെ, നല്ല മുട്ടായ ഐഡിയ. പറയാൻ പറ്റിയ സ്പോട്ടും. ഏത് ആ വേസ്റ്റ് ആറുന്ന പൈപ്പിന്റെ മൂട്ടില? പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ? നീ നാളെ പറയും. ഉണ്ടുണ്ട്. അത് മതിയാ? ഇത് വേണോ? വേണ്ടേ? എടാ ഇന്ന് വന്നേണ് എടുത്ത് കഴിയും. ആയോ ആ ചെറുക്കനെ കണ്ടുകെട്ടിന്ന് പറയാൻ വിളിച്ചായിരിക്കും അല്ലേ? നമ്മുടെ നാരായണ സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള ആ സീരിയൽ നടന്റെ കടയില്ലേ, ഒരു കഥർധാരിയാണ് കൽപ്പറ്റ. സീരിയൽ നടന്ന ഇതിൽ പങ്കുണ്ടെന്നാണ് തോന്നുന്നത്. അയ്യോ, അയാൾ മഞ്ജു കൊടുത്ത് കൊച്ചിനെ പ്രലോഭിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. പിടിച്ചു വാങ്ങിക്കാനെ. എവിടാ നീ? എടുത്തോളാം. ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചായിരിക്കുമല്ലേ? നീ മിണ്ടരുത്. അവന്റെ വാട്സപ്പ് പോസ്റ്റർ, ബ്രോഡ്കാസ്റ്റ്, മെസ്സേജ് നീ ഒറ്റ എടുത്താൻ പറഞ്ഞോണ്ടാണ് ഞാൻ എന്റെ ചെറുക്കനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത്, അറിയാമോ? ഇപ്പൊ എന്റെ തെറ്റായല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാണ് ഇവനെ കാണാനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞത്? അപ്പൊ ഞാൻ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയി. ഉണ്ട ചോറിനൊരു അല്പം നന്ദി. തറക്ക് കഴിഞ്ഞില്ലടാ. എത്ര 150. എത്ര? 150. അവളെത്തിയില്ല, ഇപ്പൊ വരും. നീ റെഡിയല്ലേ? എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരൂലേ? വരും. അപ്പൊ ഞാൻ പറഞ്ഞു. ഇവനെ കൊണ്ട്. ഹായ് മീനാക്ഷി. ഹായ്. പിന്നെ ഞാൻ ഉച്ചക്ക് ഹോംവർക്ക് എഴുതിയില്ല. ഹോംവർക്ക് ബുക്ക് എന്ന് പറഞ്ഞേ മറന്നുപോയി. തരാല. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖം തന്നെ. മാമനെ കണ്ട് കുറെ നാളായില്ലേ? ഗൾഫിൽ തന്നെ. പിന്നെ ഇന്ന് ഉച്ചക്ക് മീൻ വറുത്തായിരുന്നു. എനിക്ക് എന്താടാ? അവളിപ്പൊ തിരിഞ്ഞു നോക്കും. നിന് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കും. പലട്ട് 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 തന്നെ. ഓ, ഇപ്പൊ തിരിഞ്ഞു നോക്കും. കണ്ടാ, അവള് തിരിഞ്ഞു നോക്കിയില്ല. നാണം കണ്ട. എന്താണോ തന്നെ. നമുക്കേ അമ്പലത്തിന്റെ തൊഴി ഞാൻ കയറാം. നീ എന്നോട് വല്ല റിവെഞ്ച് എടുക്കുവാണോ? എന്താണ് അങ്ങനെ ടോക്ക്? ഒന്നുമില്ല. ഡോക്ടർ ഡെയിലി വൈകുന്നേരം നടക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ സാറിന് ഇതിപ്പോ എന്തോ കിലോമീറ്ററുകളോളം നടത്തിക്കണമെന്ന് ഉദ്ദേശമുള്ള പോലെ ഉണ്ടല്ലോ. നമ്മളെ പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ നടക്ക്. കോശി സാറല്ലേ അത്? കോയി സാറേ, എന്ത് ഇവിടെ നിന്ന് കറങ്ങുന്നത്? നമ്മുടെ മേടലെ ചന്ദ്രൻ മാവേന്ന് ഇവിടെ പരിക്ക് പറ്റി കിടക്കായിരുന്നു. ഒന്ന് കാണാന്ന് വെച്ചിറങ്ങിയായിരുന്നു. ഇവിടെ എവിടെയാണ് അവന്റെ വീട്? അയ്യോ, ഈ വഴിയില്ലേ സാറേ? ആണല്ലേ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങളവിടെ വാ. ഞാൻ കുറച്ച് പേരക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. പേരക്ക അസ്ഥിക്ക് നല്ല. വയ്യ സാറേ, അങ്ങോട്ട് കേറണ്ടേ, നല്ല ക്ഷീണമുണ്ട്. എന്നാ പിന്നെ ടീച്ചർ അവിടെ നിൽക്കട്ടെ. ഗുപ്തൻ സാർ വാ, ഒരു കമ്പനിക്കാ. വാന്നേ. അല്ല, വരുന്നില്ലേ? ആ സാർ വരുവാ. കേട്ടു. പണ്ട് ഞാൻ എപ്പോഴും വന്നോണ്ടിരുന്ന വഴിയാ. പക്ഷെ ഇപ്പൊ മറന്നുപോയി. എന്നോട് ആരാ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. അധ്വാനായിട്ടുള്ള മനുഷ്യനായിരുന്നു. ചന്ദ്രനെ കാത്തോളേ. ആ കയറിപ്പോ ടീമിനെ കണ്ട? അത് നമ്മളെ നാരായണ സ്കൂളിലെ സാറന്മാരല്ലേ? ഓ, ആ സാറിനെയും ടീച്ചറിനെയും നമ്മളെ പിള്ളേരുടെ എടുക്കുന്ന പേരെന്താണെന്നറിയാ? DC-ന്ന്. DC-യാ? ഓ, ഡേഞ്ചർ കപ്പിളെന്ന്. അതെന്തരി? ഈ രണ്ടെണ്ണം കൂടി വയ്യാതെ കിടക്കുന്ന ആരെങ്കിലും പോയി കണ്ടാണ്ടല്ല, 3-ാം പക്കം കാറ്റ് പോവും എന്നാണ് പിള്ളേര് പറയണത്. പിള്ളേര് കൊച്ചെന്തെങ്കിലും പറയാം. നിങ്ങളാ ഏജ് പോവണം. ഡേ ഉള്ളതാണെന്ന്. 1-2 കേസല്ല, 2-3-4 കേസായി. പിന്നെ അവസാനം പോയതാരെന്നറിയാ? ആ സോമപിള്ള സാറ്. ഒന്നും പറയാൻ പറ്റില്ല, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വണ്ടി എടു. 10-40 വയസ്സായി പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊരു പണിയാ. എന്ത്
പശയും തെർമോക്കോളും വെച്ചൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവനൊക്കെ ജനിച്ചതിന്റെ ലീഡറാവിന് മിനിറ്റിലുണ്ടാക്കാനും നമുക്കിത് ഇനി പഠിക്കണം. അമ്പാടി ചെയ്ത ഈ ഒരു എഫേർട്ടിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിക്കേ. ഒരു പ്രാവശ്യം അടിച്ചില്ലേ, പിന്നെ ഒന്നും നീ വീണ്ടും അടിക്കുന്നത്? ഇതുപോലുള്ള നല്ല ഐഡിയാസാണ് സയൻസ് ഫെയറിനൊക്കെ വരേണ്ടത്. ഇവിടുന്ന് വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. എന്തിനാ? ഗ്രേസ് മാർക്കിന് വേണ്ടി, ചുമ്മാ ആർക്കോ വേണ്ടി ഒക്കാനിക്കാനായിട്ട്. നമുക്കിട്ടാണല്ലോ മച്ചമ്പി. ഇവിടെ അമ്പാടി ഒരു എക്സാമ്പിൾ. ടാലൻറ്റും ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല. സാറേ, ചന്ദ്ര സാർ വിളിക്കും. വിജയ, ഈ മോഡൽ സേഫായിട്ട് എടുത്ത് വെക്കണം. സ്റ്റോർ റൂം വെച്ചാൽ മതി, സൂക്ഷിക്കണം. ശരി സാർ. പിന്നെ എന്തേലും കൊണ്ടാന്ന് മൂടിയേക്ക്. പിടിക്കാൻ എന്ത്? നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി. വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. ഹലോ വിജയൻ ചേട്ടാ, ഗ്രൗണ്ടിലോട്ട് വാ. പിന്നെ ബോധം കെട്ട്. വീണ്ടും വീണ. എന്തോ പറയാനാ, സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ തരാൻ ചോദിക്കാൻ പിടിച്ചതാ. ഒരു ഒറ്റ ഓട്ടം വെയിൽ കൊണ്ട് പാപ്പം ബോധം കെട്ട്. സാർ അറിഞ്ഞില്ലേ, നമ്മളെ മേഡല്ലേ ചന്ദ്രചേട്ടൻ മരിച്ചുപോയി. അയ്യോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. പുള്ളിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. പുള്ളി എണ്ണ തടവിയിരുന്നു. ആരും അറിഞ്ഞില്ല. എന്നായിരുന്നു? ഇന്ന് രാവിലെ. ഗുപ്തൻ സാറേ, അന്ന് വൈകാതെ കിടന്നപ്പോ നമ്മള് പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ? അപ്പൊ ഗുപ്ത സാർ പോയായിരുന്നല്ലേ? അയ്യോ, സാറ് മാത്രമല്ല, ടീച്ചറും ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ, ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് കൂടില്ല. മാങ്ങയല്ല സാർ, പേരക്ക. പേരക്ക, അതെ അതെ, അത് ഞാൻ മറന്നുപോയി. എപ്പോഴാ ചടങ്ങ്? 2 ദിവസം കഴിയും സാറേ. ഒരുത്തൻ വെളിയിലാണ്, ഐസ് ഒട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പേരക്കായിരുന്നു മാത്രം മറന്നുപോയി. പ്രിയപ്പെട്ട മീനാക്ഷിക്ക്, നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഞാൻ നിന്നെ ലവ് ചെയ്യാണ്. ഡേ, ഇതെങ്ങനെ അവളെ ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? ഞാനിത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ടീച്ചർമാരോട് പറയുകയും ചെയ്യല്. എന്ന് സ്വന്തം ശ്രീകുട്ടൻ. ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റൂല. പുല്ലിനകത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. കുറെ നാളുകൊണ്ട് ഈ പൈപ്പിൽ ഞാൻ വാങ്ങി വെച്ചേക്കായിരുന്നു. നീ എന്തിനാ അത് പിടിച്ച് മേടിക്കാൻ പോയത്? ഇന്ന് നല്ല അടിയായിരിക്കും. എല്ലാം ഇവൻ കാരണം. ഡേ, നമ്മളെ കൈ കഴിയുമ്പോ അറിയാതെ പൈപ്പ് പൊട്ടി, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്തായാലും വാ. നിന്നെയൊക്കെ വടയോട്ട് വാ. സാറേ, യോമാരാ, ഞാൻ കണ്ടതാ. എന്താണ് ഇതൊക്കെ? എന്താ സാറേ? നിനക്കെന്താ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ പൈപ്പ് പൊട്ടിയത്? സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട്. പിന്നെ പൈപ്പ് താനേ പൊട്ടോ? സാറേ, കൈ കഴുകാൻ പോയപ്പോ പൈപ്പ് പൊട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ. നീയൊക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കിയിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സാറേ, സത്യമായിട്ട് ഞങ്ങളല്ല ഇത്. നമുക്ക് അറിഞ്ഞൂടെ സാറേ ഇത്. എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്. വേണ്ട വേണ്ട നിൽക്കുമ്പോ. സാറേ, അറിയാതെ പൈപ്പിൽ പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിപ്പോയി. അല്ല വേറെ ഒന്നും നമ്മള് ചെയ്തില്ല. സാറേ, ഇപ്പൊ പൈപ്പ് പിടിച്ച് തിരിച്ചാ പൊട്ടിയതായി. 4 പഠിച്ച കള്ളന്മാരാ സാറേ.
ഇവന്റെ മോഡൽ നശിപ്പിക്കാൻ മാത്രം പ്രതികാര ബുദ്ധി എവിടെ നിന്ന് വന്നാണ് നിനക്കൊക്കെ? സാർ സത്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല സാറേ. കള്ളം പറയുന്നു. സാറേ നമ്മളല്ല. പിന്നെ ആരാടാ? പറയടാ. എടാ, നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല, പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോൾ താനേ പൊട്ടിയതാണ്, ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യമൊക്കെ വെച്ചാ നീയൊക്കെ വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യും? സാറേ സത്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല സാറേ. കണ്ണി നോക്കി കള്ളം പറയുന്നോടാ. നിനക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ? നീയൊക്കെ പഠിച്ചാ ഈ ക്ലോതും വരെ ബാക്കി വെച്ചില്ലല്ലോ. നിന്നെയൊക്കെ ഉണ്ടാക്കി തന്നെ തളയും പറഞ്ഞാ മതി. മര്യാദയ്ക്ക് പറയടാ, എന്നോട് സത്യം പറഞ്ഞു. നിർത്തണോ? മതി സാറേ, പിള്ളേരല്ലേ. താൻ എന്താണോ ഈ കാണിച്ചത്? ഞാൻ എന്തിനാണോ പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ സാറേ? താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ? സാറേ വേണ്ട. സാറേ, സാർ എന്തിനാ പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ. പഠിപ്പീരിനെ കൊണ്ടൊക്കെ ഞാൻ കണ്ടത്, അവന്മാര് കാണിച്ച് തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ. അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റുന്നുള്ളൂ. അതെങ്ങനെ? ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം, നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ, ആ പാരന്റ്സ് രജിസ്റ്ററിംഗ് എടുത്തേക്ക്. സാറേ അത് മതി, നിർത്ത്. നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ. എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടിയും വഴക്കമൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛനും മോനെ എന്താണെന്ന് വെച്ചായിക്കോ, എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആഴ്ച വേണോ നിൽക്കണം. എടാ, ആ സ്റ്റോർ റൂമിൽ വെള്ളം ലീക്ക് ഉണ്ടെന്ന്. അതിൽ നിന്നാ മോഡല് ചീത്തയത്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും അറിഞ്ഞു. ആഹാ, അപ്പൊ നേരം വേണ്ട കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ അടിച്ചത്? അയാളാണ് ചാ. എന്താണ് ഇവിടെ പ്രശ്നം? ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോ. വായിച്ചേക്ക്.
മായ്ക്കല്ലേ 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 മാച്ച് പോയപ്പോ ആരൊക്കെ പോയി? കഴിഞ്ഞടാ. പൃഥ്വിരാജ് സാർ. ബോർഡ് വായിക്കും. യെസ് സാർ. സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ. നീയൊക്കെ എഴുതിയെടുത്തോളം മതി. പോയി വായിക്കേ. സാർ പ്ലീസ് സാർ. കൈ കടി പിടിക്കുന്നോടാ. അതിങ്ങാടാ ഇങ്ങ് തോടാ തരാൻ. ഇവിടെ ഇങ്ങനെ നിന്നോണം. യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി. സാർ ബാഡി സർ. ഈ വരുന്ന 9-ാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ. അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും. അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ? വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ. മത്സരിക്കണം. എനിക്ക് മത്സരിക്കണം ക്ലാസ് ലീഡർ ഇലക്ഷന്. നിനക്കോ? അതൊന്നും വേണ്ട. യോഗ്യതയുള്ളവർ മത്സരിക്കട്ടെ. സാറ് അമ്പാടിക്ക് മാത്രം ലീഡർ ആവുന്നൊന്നുമില്ലല്ലോ. ഇല്ല. ഡാ ഇവനൊക്കെ വേണ്ടി ആര് വോട്ട് ചെയ്യാനാ? 1, 2, 3 3 വോട്ട് കിട്ടും. വേറെ ആരി? സാർ ഞാൻ ചെയ്യും. ശരി, 4 വോട്ട്. എടാ അതിനുവേണ്ടി ഇലക്ഷനൊക്കെ നടത്തി വെറുതെ സമയം കളയണോ? അതൊന്നും വേണ്ട. അമ്പാടി നിന്നോളൂ. സാറേ ശ്രീകുട്ടന്റെ പേരെടുത്ത ആർക്കും നിൽക്കാനാ ഇലക്ഷന്? അതെ, പിന്നെന്താ അവൻ നിന്നാ? എന്താ അവിടെ ഒരു ബഹളം? ഇലക്ഷന്റെ ചർച്ച നടക്കുക. ഇലക്ഷൻ്റെ എന്ത് ചർച്ച? അല്ല സാറേ, അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ. ഇത്തവണ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം എന്ന്. ഈ സാറിനെ ആഹാ, ലീഡറാവണം അല്ലേ? അതെ അതെ, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ. സാറൊന്നിപ്പോൾ കേട്ടോ. ശരിയല്ലേ സാറേ? ശല്യങ്ങളാ. അനുസരണ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശ്രീകുട്ടൻ നിന്നാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവനൊക്കെ ഇലക്ഷനിൽ നിന്നാ എന്താ പ്രശ്നം? ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാർ ഇന്നലെ കണ്ടല്ലേ? ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ? ആ ബുക്കിങ്ങ ശ്രീകുട്ട ഒപ്പിട.